എറണാകുളം ആലുവ രാജഗിരി ആശുപത്രിയിൽ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്ന് പരാതി. ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആണ് മരിച്ചത്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ആലുവ രാജഗിരി ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. വിവരങ്ങൾ. വൃന്ദ, രാജഗിരി ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ രാജഗിരി ആശുപത്രിയിലാണ് ചികിത്സാ പിഴവെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ചോറ്റാനിക്കര സ്വദേശിയായിട്ടുള്ള ബിജു മരിച്ചുവെന്നാണ് കുടുംബം പറയുന്ന കാര്യമെന്ന് പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് നടുവേദനയെ തുടർന്ന് ബിജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു കീഹോൾ സർജറി നടത്തുന്നു. ഈ കീഹോൾ സർജറി നടത്തിയപ്പോൾ ബിജുവിന്റെ ഒരു ഞരമ്പ് മുറിഞ്ഞുവെന്നാണ് കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് ബിജുവിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയും അതിനുശേഷം ഈ സർജറിക്ക് ശേഷം ബിജുവിന്റെ വയറ് വീർത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുമാണ് കുടുംബം പറയുന്നത്. അതിനുശേഷമാണ് ബിജു മരിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും കുടുംബം പറയുന്നത് ഈ ശസ്ത്രക്രിയ നടത്തിയ സമയം ബിജുവിന്റെ അല്ലെങ്കിൽ കീഹോൾ സർജറി നടത്തുന്ന സമയം തന്നെ ബിജുവിന്റെ ഒരു ഞരമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ട്. അത് ഡോക്ടർമാർ ശ്രദ്ധിച്ചില്ല. അതുമൂലമാണ് ഈ ചികിത്സാ പിഴവ് ഉണ്ടായതും ബിജുവിന്റെ മരണത്തിലേക്ക് അത് നയിച്ചതെന്നുമാണ് കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് ആശുപത്രി അധികൃതർ എടുക്കുന്നത്. ആശുപത്രി അധികൃതർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് തങ്ങൾ ശസ്ത്രക്രിയ നടത്തിയത്. തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു തര മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ ബിജുവിന് BP വേരിയേഷനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആശുപത്രി അധികൃതർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും ഈ ബിജുവിന്റെ കുടുംബം പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇടത്തല പോലീസിന് പരാതി നൽകിയ സാഹചര്യത്തിൽ പോലീസ് എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുന്നോടിയായി തന്നെ ഒരു പ്രത്യേക മെഡിക്കൽ ടീം രൂപീകരിച്ചായിരിക്കും ഈ അന്വേഷണം നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മെഡിക്കൽ ടീം ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തുകയും പിന്നീട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഇന്ന് രാവിലെ 11 മണിയോടെ കൂടി തന്നെ ഈ ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം തന്നെ കേന്ദ്രീകരിച്ചായിരിക്കും പിന്നീടുള്ള അന്വേഷണം എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും കുടുംബം ഉന്നയിക്കുന്ന കാര്യം ഈ രാജഗിരി ആശുപത്രിയിലുള്ള ചികിത്സാ പിഴവാണ് ബിജുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കുടുംബം പറയുന്നത്. അത് അപ്പാടെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് ആശുപത്രി അധികൃതരും സ്വീകരിക്കുന്നത്. ഇനി മെഡിക്കൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. ആ മെഡിക്കൽ ടീം കേന്ദ്രീകരിച്ച ആ മെഡിക്കൽ ടീം അന്വേഷണം നടത്തിയതിനു ശേഷം റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും ഇതിലുള്ള കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. എങ്ങനെയാണ് ബിജു മരിച്ചത്? ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് തന്നെയാണ് ബിജുവിന്റെ മരണത്തിലേക്ക് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇടത്തല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വൃന്ദ.